ശ്രീ മോഹൻലാൽ, താങ്കൾ പറഞ്ഞ വളരെ പ്രസക്തമായൊരു കാര്യം, ഇത് പിന്നെ റിഫ്ലക്സ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട് അല്ലേ? എപ്പോഴും അങ്ങനെയാണല്ലോ. നിങ്ങളൊരു ചോദ്യം എന്നോട് ചോദിച്ചിട്ട് എനിക്ക് ഇഷ്ടമല്ലാതാകുക എന്ന് പറയുന്ന ഒരു മൊമെൻ്ററി ആയിട്ട് ഞാൻ അതിനൊരു മറുപടി ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കാം. പക്ഷേ ഈ ചോദ്യത്തിന് അയാൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ചോദ്യത്തിന് ഞാൻ 5 വർഷം എൻ്റെ തോളിൽ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. കാര്യം ആ തോളുകൾ എനിക്കാണ് കൂടുതൽ വേദനിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് അത് ഒരുപാട്, നിങ്ങൾക്ക് കഴുത്ത് വേദന ഉണ്ടാകും. എല്ലാ എയിൽമെൻറ്റ്സും സ്റ്റാർട്ട് ചെയ്യുന്ന ഇത്തരം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഷോൾഡർ ചെയ്യുമ്പോഴെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കളത് മറക്കും? 100% മറക്കുക. അല്ലാതെ വേറെ എന്താണ്? എന്നോട് പലരും നിങ്ങൾ പലരും പറയാറുണ്ട്, അന്ന് പറഞ്ഞില്ലേ, അന്നെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല സത്യമായിട്ടും. 3 വർഷം മുമ്പ് പറഞ്ഞൊരു കാര്യം ഞാൻ എന്തിനാണ് ഇപ്പോഴും ഓർമ്മിച്ചത്? മോഹൻലാൽ അസുഖകരമായ ഒരു സംഭവങ്ങൾ ഓർത്തു വെക്കാറില്ലേ? എത്രയോ കാര്യങ്ങൾ എന്നെപ്പറ്റി ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഓർക്കാറില്ല. എന്തിനാണ് ഞാൻ ഓർക്കുന്നതുകൊണ്ട് എന്താ ഗുണം? സാധാരണ മനുഷ്യനുണ്ടാകുന്ന ഞാൻ സാധാരണ മനുഷ്യൻകാരനും സാധാരണ മനുഷ്യനാണ്, അതായിരിക്കാം. അല്ല, കാര്യമായിട്ട് പറയണം. അത് ഓർത്ത് വെച്ച് പെരുമാറുക എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞൊരു വലിയ ഫിലോസഫി. എന്താ കാരണം വെച്ചാൽ അത് ഓർത്ത് വെക്കുന്നതുകൊണ്ടുള്ള ഭാരം താങ്കൾക്ക് മാത്രമാണ്. എനിക്ക് മാത്രമാണ്. ഇത് നിങ്ങൾ അന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു പക്ഷേ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു കാമുകൻ ആയിട്ടുള്ള ബന്ധത്തിലൊക്കെ ഇത് സംഭവിക്കുന്നതാണ്. മിഥുനം എന്നൊരു സിനിമയിൽ പറയുന്നുണ്ട്, അന്ന് എഴുതിയ കത്ത് എനിക്കറിയില്ല. നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് പറഞ്ഞ കാര്യം എന്തിനാണ്? നിങ്ങൾ അന്ന് ഉപയോഗിക്കുന്ന ഒരു ഷർട്ടാണ് 5 വർഷം അല്ല, ഒരുപാട് അന്ന് ഉപയോഗിച്ച ഒരു പേനയല്ല നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നത്, അന്ന് ഉപയോഗിച്ച ഒരു ടെലിഫോണല്ല, അന്ന് ഉപയോഗിച്ചൊരു ഷൂസ് അല്ല. എല്ലാ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കും. ചിന്തകളും അതുപോലെയാണ്. ഇത് പഴയ ഈ നെഗറ്റീവ് തോട്ട്സിലൂടെ പോകാതെ ഒരുപാട് പോസിറ്റീവ് ചിന്തകളിലൂടെ. അപ്പോൾ ഞാൻ പല ഇൻ്റർവ്യൂകളിലും അല്ലെങ്കിൽ എന്നെക്കുറിച്ച് പല കമൻറ്റുകളും പല ആൾക്കാരും പറഞ്ഞതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. അവരെ ഞാൻ എപ്പോഴും കാണുമ്പോൾ എനിക്ക് അവരോട് കൂടുതൽ സ്നേഹമാണ്. ശ്രീ മോഹൻലാൽ, അത് വലിയൊരു അതിഭാഗത്തുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം വെച്ചാൽ അപ്പോൾ എന്തറിയോ, നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിന് ഞാൻ എൻ്റെ മറുപടി പറയുകയാണ്. അപ്പോൾ എന്താണ് ഞാൻ പറയേണ്ടത്? എനിക്ക് അവരോട് ദേഷ്യമുണ്ടെന്ന് പറയണോ? ഇല്ല. ഞാൻ വീണ്ടും ചോദിക്കുന്നത് ഒരുപക്ഷെ ഇതെന്തറിയോ, ഈ അഭിമുഖത്തിൽ ഇതൊരു പ്രാക്ടീസാണ്. ഞാൻ പണ്ട് മുതലേ ശീലിച്ച ഒരു കാര്യം, അതിൽ ഞാൻ 1% വിജയിച്ചിട്ടുള്ളൂ. ഇനി 99% പോകുമ്പോഴത്തേക്ക്, അതായത് വലിയൊരു ഫിലോസഫി പറയുന്നത് നെഗറ്റീവ് തിങ്കിങ്ങിൽ നിന്ന് പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് പോയിട്ട് പോസിറ്റീവ് തിങ്കിങ്ങും കട്ട് ചെയ്ത് കളയാന്നുള്ളതാണ്, അതിനും മുകളിലേക്ക് പോകാന്നുള്ളതാണ്. ഇതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടാണ്. 100% ആയിരിക്കാം. അത് ഒരു സിസ്റ്റമിൽ കടന്നുകൂടിയതായിരിക്കാം. എനിക്കങ്ങനെ ദേഷ്യം എന്ന് പറയുന്ന റിഫ്ലെക്സ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരുപക്ഷെ ബ്രിട്ടാസും കണ്ടിട്ടുണ്ടാവും, ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ വിളിച്ച് പറഞ്ഞു എന്താണ് എവിടാണ്. അപ്പോൾ എനിക്ക് ഇത് കറക്റ്റായിട്ട് ഈ സമയം തുടങ്ങണം എന്നുള്ളത് എന്നെക്കാട്ടിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ് മനസ്സിലാക്കേണ്ടത്. അവരോട് ഞാൻ ദേഷ്യം കാണിച്ചു, പക്ഷേ ഇത് കഴിഞ്ഞാൽ എൻ്റെ ദേഷ്യം മാറി. ലാൽ, ഇതൊരു ഒരുപക്ഷെ ആത്മീയതയുടെ തലം അതിന് അങ്ങനെ എന്ത് വേണമെങ്കിലും അല്ല, ഞാൻ ചോദിക്കുകയാണ്. അതൊക്കെ അങ്ങനെ ഈ ഫിലോസഫിയിൽ ഒരുപക്ഷെ ഒരു ആത്മീയത, സ്പിരിച്വാലിറ്റിൻ്റെ തലമുണ്ടോ? അതൊരു വാക്കല്ലേ സ്പിരിച്വാലിറ്റി എന്നുള്ളത്. ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണത്. എനിക്കങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. ഈ ദേഷ്യം ഞാൻ കൈ കൊണ്ട് നടക്കാറില്ല. കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു എയിൽമെൻ്റ് ആയിട്ട് എന്നെ തന്നെയാണ് ഇത് ദ്രവിക്കാൻ. താങ്കൾ പറഞ്ഞത് വളരെ ഉദാത്തമാണ്. ഒരുപക്ഷെ ഞാനും നാളെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. 100% പ്രാക്ടീസ് ചെയ്യണം. മാത്രമല്ല, ശ്രീ മോഹൻലാലിൻ്റെ ഫാൻസ് അസോസിയേഷനും അത് പ്രാക്ടീസ് ചെയ്യണം. എന്താ കാരണം വെച്ചാൽ ശ്രീ മമ്മൂട്ടിയെ കാണുമ്പോൾ ചിലപ്പോൾ പല്ലിറുമെന്നുള്ള ഫാൻസ് അസോസിയേഷൻ. അതൊക്കെ ഞാൻ പറയുന്ന റിഫ്ലക്സുകളാണ്, അല്ലാതെ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് സിനിമ എന്ന് പറയുന്നത് ഇത് റിയാലിറ്റി അല്ലെന്ന് ആദ്യം മനസ്സിലാക്കി ഒരാളുടെ സിനിമയുടെ സക്സസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അയാളുടെ സിനിമ സക്സസ് ആകുമ്പോൾ അയ്യോ ഇത് ഇയാളുടെ സിനിമ സക്സസ് ആയി മറ്റയാളുടെ സിനിമ മോശമായപ്പോൾ എന്നിട്ട് അയാളെ ദ്രോഹിക്കുകയല്ല വേണ്ടത്. ഫാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഞാനത് ഏറ്റവും ഒരു തമിഴ്നാട്ടിലുണ്ട്. ഞാൻ തമിഴ് സിനിമയൊക്കെ അഭിനയിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹം ആ വെളിയിൽ ചെരുപ്പ് ഊരി വെച്ച് അകത്ത് കയറിയിട്ട് സാർ ഞാൻ ഉങ്ക രസികൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഞാൻ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ എൻജോയ് ചെയ്യുന്ന ഒരാളെന്നാണ്. അതിനെ നശിപ്പിക്കാനായിട്ട് അവരൊന്നും ശ്രമിക്കാറില്ല. പക്ഷേ ഫാൻസ് അസോസിയേഷൻ ഇപ്പോഴും മാത്രം ഇത് തുടക്കമല്ലല്ലോ, പണ്ട് മുതലേ ഉള്ളതാണ് അല്ലേ? ചില ആൾക്കാർക്ക് ഇഷ്ടമാകും, ചില ആൾക്കാർക്ക് ഇഷ്ടമാവില്ല. ഞാൻ പറയുന്നത് ഇഷ്ടമാകൂന്നാണ് പറയുന്നത്. ശ്രീ മോഹൻലാലിൻ്റെ സിനിമ കാണാൻ വന്നിരിക്കുന്ന ഫാൻസ് അതിനിടയിൽ ഒരു മമ്മൂട്ടി ചിത്രത്തിൻ്റെ ട്രെയിലർ കാണുമ്പോൾ ഒരു 10 കൂക്ക് നേരെ തിരിച്ചു അങ്ങോട്ടും. സാർ, അത് ഒരു റിഫ്ലെക്സ് എന്നാണ് ഞാൻ പറയുന്നത്. അതൊരു മാസ് സൈക്കോളജിയാണ്.
ഒരാളോ അല്ലെങ്കിൽ 10 പേരാണെങ്കിൽ കൂവില്ല. ഇവർ നേരത്തെ പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം. പ്രേക്ഷകരോട് ഞാൻ പറയാണ്, ശ്രീ മോഹൻലാൽ ഒരുപക്ഷെ നമുക്ക് നൽകിയിട്ടുള്ള ഈ വിദ്യ അത് ഞാനും നിങ്ങളും അദ്ദേഹത്തിൻ്റെ ഫാൻസും പരിശീലിച്ച് നോക്കും. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഒരുപാട് ഭാരം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റും.